Hello everyone, welcome to Masterminds online classes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫ്ലേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇൻഫ്ലേഷൻ്റെ ഇമ്പാക്ട്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ ആഘാതങ്ങളാണ് ഇൻഫ്ലേഷൻ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ എന്ത് മാറ്റം വരും, അതുപോലെ ഗ്രോത്തിൽ എന്ത് മാറ്റം വരും, ഡെപ്റ്റേഴ്സിനെ എങ്ങനെ ബാധിക്കും, ക്രെഡിറ്റേഴ്സിനെ എങ്ങനെ ബാധിക്കും, പ്രൊഡ്യൂസേഴ്സിനെ എങ്ങനെ ബാധിക്കും, എംപ്ലോയീസിനെ എങ്ങനെ ബാധിക്കും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷേഴ്സ് ടു റെഗുലേറ്റ് ഇൻഫ്ലേഷൻ. എങ്ങനെ ഇൻഫ്ലേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നിയന്ത്രിക്കാം, റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു 2%, 3% ഇൻഫ്ലേഷൻ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാവുകയാണെങ്കിലും ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ലേ. നമ്മൾ ഈ 2%, 3% ഒരു പേര് പറഞ്ഞിരുന്നു, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലേ. ക്രീപ്പിംഗ് ഇൻഫ്ലേഷനൊക്കെ നമ്മുടെ എക്കോണമിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒന്നാണ്. എന്നാൽ ഹൈപ്പർ ഇൻഫ്ലേഷനും അതുപോലെ തന്നെ ഈ പണപ്പെരുപ്പത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയും ഒക്കെ വരികയാണെങ്കിൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രവണത തടയുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ ഈ ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ ഒരു ലിമിറ്റഡ് റേഞ്ചിനുള്ളിൽ ഒരു 2%, ഒരു 3%-ൻ്റെയൊക്കെ ഉള്ളിൽ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി ഒരുപാട് മെഷേഴ്സ് എടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓവർ ടു ദ സ്ലൈഡ്. മെഷേഴ്സ് ടു റെഗുലേറ്റ് ഇൻഫ്ലേഷൻ. Governments generally strive to keep inflation within an optimal range that promotes growth while not significantly reducing currency's purchasing power. നമ്മുടെ ഗവൺമെൻറ്റുകൾ ഇൻഫ്ലേഷൻ റേറ്റിനെ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തെ ഒരു ലിമിറ്റഡ് റേഞ്ചിനുള്ളിൽ, അതായത് ഒരു 2%, 3% വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റേഞ്ചിനുള്ളിൽ നിലനിർത്താൻ വേണ്ടി വളരെയധികം സ്ട്രൈവ് ചെയ്യുന്നുണ്ട്. അതായത് പെടാപ്പാട് പെടുന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഇൻഫ്ലേഷനെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറൻസിയുടെ പർച്ചേസിംഗ് പവർ കുറയ്ക്കാനും പാടില്ല അല്ലേ. കറൻസിയുടെ പർച്ചേസിംഗ് പവറിനെ ബാധിക്കാത്ത തരത്തിൽ നമ്മൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യുന്നത്. It is accomplished through the implementation of anti-inflationary methods used to control inflation. എങ്ങനെയാണ് ഇൻഫ്ലേഷനെ നമ്മൾ നിയന്ത്രിക്കുന്നത്? ആൻറ്റി ഇൻഫ്ലേഷണറി മെഷേഴ്സ്, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലേഷന് എതിരായിട്ടുള്ള കുറച്ച് മെഷേഴ്സ് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അത്തരം നയങ്ങൾ, പോളിസികളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഫ്ലേഷനെ നിയന്ത്രിക്കുന്നത്. എന്തൊക്കെയാണ് ആ മെഷേഴ്സ്? The following are some important anti-inflationary measures. താഴെ പറയുന്നവയാണ് പ്രധാനപ്പെട്ട ആൻറ്റി ഇൻഫ്ലേഷണറി മെഷേഴ്സ്, ഇൻഫ്ലേഷനെ നിയന്ത്രിക്കുന്നതിനുള്ള മെഷേഴ്സ്. ഫസ്റ്റ് വൺ, മോണിറ്ററി മെഷേഴ്സ്. മോണിറ്ററി മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്ന നടപടിക്രമങ്ങളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ഏതാ? RBI ആണ് അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതാണ് മോണിറ്ററി മെഷേഴ്സിൽ നമ്മൾ നോക്കുക. രണ്ടാമത്തേതാണ് ഫിസ്ക്കൽ മെഷേഴ്സ്. ഫിസ്ക്കൽ മെഷേഴ്സ് സ്വീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റുകളാണ്. പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരുപാട് നയങ്ങൾ സ്വീകരിക്കാറുണ്ട്, പോളിസീസ് സ്വീകരിക്കാറുണ്ട്. അതാണ് നമ്മൾ ഫിസ്ക്കൽ മെഷേഴ്സിൽ പഠിക്കാൻ പോകുന്നത്. കൂടാതെ തേർഡ് വണ്ണാണ് പ്രൈസ് കൺട്രോൾ ആൻഡ് റേഷനിങ് മെഷേഴ്സ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടി വരുന്നതാണല്ലേ ഇൻഫ്ലേഷൻ അല്ലേ. ഇറ്റ് ഈസ് ദ റൈസ് ഇൻ ദ പ്രൈസ് ലെവൽ അല്ലേ. പ്രൈസ് ലെവൽ ഇങ്ങനെ കൂടി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് മെഷേഴ്സ്, പ്രൈസിൻ്റെ ഈ വില കയറ്റത്തെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. ആൻഡ് റേഷനിങ് മെഷേഴ്സ്, ഒരുപാട് തരത്തിലുള്ള റേഷനിങ് മെഷേഴ്സും ഉണ്ട്. ഫോർത്ത് വൺ, അതർ മെഷേഴ്സ്. അതായത് ഈ 3 മെഷേഴ്സ് അല്ലാത്ത ബാക്കി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നമ്മൾ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 4 മെഷേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Over to the next slide. മോണിറ്ററി മെഷേഴ്സ്. നമ്മൾ ഫസ്റ്റ് വണ്ണാണ് മോണിറ്ററി മെഷേഴ്സ്. നമുക്ക് എന്താണ് മോണിറ്ററി മെഷേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മോണിറ്ററി മെഷേഴ്സ്. Monetary policy is the measure taken by the central bank to manage money supply. നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ അല്ലേ, പണത്തിൻ്റെ ലഭ്യത, നമ്മുടെ രാജ്യത്തുള്ള മണി സപ്ലൈയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണിറ്ററി മെഷേഴ്സ് എന്ന് പറയുന്നത്.
and interest rates using monetary instruments under its control. നമ്മുടെ രാജ്യത്തുള്ള സെൻട്രൽ ബാങ്കിൻ്റെ അധീനതയിലുള്ള കുറച്ച് മോണിറ്ററി മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മണി സപ്ലൈയും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് പലിശയൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് മോണിറ്ററി പോളിസിയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മോണിറ്ററി പോളിസി ആരാ ഇംപ്ലിമെൻറ്റ് ചെയ്യുക? നമ്മുടെ രാജ്യത്ത് സെൻട്രൽ ബാങ്ക് ആണ് അല്ലേ, RBI ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. The primary goal of monetary policy is to maintain price stability. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി പോളിസി അല്ലെങ്കിൽ RBI നടപ്പിൽ വരുത്തുന്ന മോണിറ്ററി പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൈസ് സ്റ്റെബിലിറ്റിയാണ്, വില സ്ഥിരത. അതായത് വിലക്കയറ്റം അല്ലേ, വിലക്കയറ്റം ഒഴിവാക്കിക്കൊണ്ട് വില സ്ഥിരത എന്ന് പറയുന്ന ഒരു ഗോള്, ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. By keeping inflation within the target band of 2% to 6%. എങ്ങനെ ഇൻഫ്ലേഷനെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലേ, എങ്ങനെ ഇൻഫ്ലേഷൻ വിലസ്ഥിരത ഉറപ്പുവരുത്താം? വിലസ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് നമ്മൾ ഇൻഫ്ലേഷനെ ഒരു 2% തൊട്ട് 6% എന്നുള്ള ഈ ഒരു ബാൻഡിനുള്ളിൽ, ഈ ഒരു പരിധിക്കുള്ളിൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ രാജ്യത്ത് വിലസ്ഥിരത ഉറപ്പുവരുത്താം എന്നാണ് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കുകൾ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ RBIയുടെ മോണിറ്ററി പോളിസിയിൽ പറയുന്നത്. മോണിറ്ററി പോളിസീസ് എയിം ടു റെഡ്യൂസ് മണി ഇൻകം. മണി ഇൻകം, ആളുകളുടെ കയ്യിലുള്ള മണി ഇൻകം, പണത്തിൻ്റെ ലഭ്യത കുറയ്ക്കാനാണ് എന്ത് ശ്രമിക്കുക? ഇൻഫ്ലേഷൻ്റെ സമയത്ത്, പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് നമ്മുടെ RBI ശ്രമിക്കുക. ഇനി ഡിഫ്ലേഷൻ ആണെങ്കിലോ? ഇൻഫ്ലേഷൻ എന്താ? സാധനങ്ങളുടെ വില കൂടിക്കൂടി വരുന്നതാണ് അല്ലേ. ഡിഫ്ലേഷൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലേ, സാധനങ്ങളുടെ വില കുറഞ്ഞു വരിക. അപ്പോൾ ഡിഫ്ലേഷൻ്റെ സമയത്ത് RBI എന്തിനു ശ്രമിക്കും? മണി ഇൻകം കൂട്ടാനും ശ്രമിക്കും. ഇൻഫ്ലേഷൻ്റെ സമയത്ത് RBI ആളുകളുടെ കയ്യിലുള്ള മണി ഇൻകം, പണത്തിൻ്റെ ലഭ്യത കുറയ്ക്കാനുമാണ് ശ്രമിക്കുക. ഓക്കെ, നൗ ലെറ്റ് us അനലൈസ് ദ മേജർ മോണിറ്ററി പോളിസി മെഷേഴ്സ്. ഇപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ മോണിറ്ററി പോളിസി മെഷേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ക്രെഡിറ്റ് കൺട്രോൾ. എന്താ ക്രെഡിറ്റ്? ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വായ്പ, കടം വാങ്ങാന്നൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ, ആളുകൾ പണം കടം വാങ്ങുന്നത്, ആളുകൾ കടം വാങ്ങുമ്പോൾ ആളുകളുടെ കയ്യിൽ എന്തുണ്ടാവും? പണത്തിൻ്റെ ലഭ്യത കൂടും അല്ലേ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാങ്കിലൊക്കെ പോയിട്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഈടായിട്ട് കൊടുത്ത്, നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഭൂമിയുടെ ആധാരം എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു 10 ലക്ഷം ഒക്കെ വാങ്ങിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ആളുകളുടെ കയ്യിൽ പണം കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ പണത്തിൻ്റെ ലഭ്യത എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ക്രെഡിറ്റ് കൺട്രോളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മോണിറ്ററി മെഷറാണ് ക്രെഡിറ്റ് കൺട്രോൾ. The country's central bank employs variety of methods to control the quantity and quality of credit. പണത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ വായ്പയുടെ, വായ്പയുടെ ലഭ്യതയിലും അളവിലും ഒക്കെ നിയന്ത്രണം വരുത്താൻ വേണ്ടി ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ഒരുപാട് നടപടിക്രമങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഏതൊക്കെയാണത്? ഇറ്റ് ഡസ് സോ ബൈ. എങ്ങനെയാണിത് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, റൈസിങ് ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട്. എന്താ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ? ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബോറോ മണി ഫ്രം RBI. നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് RBI ആണ് അല്ലേ. റിസർവ് ബാങ്കിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പണം വായ്പ എടുക്കുമ്പോൾ അതിന് റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കിനെയാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് ബാങ്ക് റേറ്റ്? എന്താണ് ഓപ്പൺ മാർക്കറ്റ്? എന്താണ് CRR? എന്താണ് SLR? ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഒന്നും കൂടി വിശദമായിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയാണ് അറിയേണ്ടത്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബോറോ മണി ഫ്രം RBI. RBIയിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, നമ്മുടെ രാജ്യത്തുള്ള വാണിജ്യ ബാങ്കുകളൊക്കെ പണം കടം വാങ്ങുമ്പോൾ RBI ഈടാക്കുന്ന പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്ത്? നമ്മുടെ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഈ ബാങ്ക് റേറ്റ് വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ബാങ്ക് റേറ്റ്, പലിശ കൂടുതലാണെങ്കിൽ നമ്മളൊരു ബാങ്കിൽ ചെന്ന് കടം വാങ്ങും, വായ്പ എടുക്കുമോ, ലോൺ എടുക്കുമോ? അതിനുള്ള ചാൻസ് കുറവായിരിക്കും അല്ലേ. സെയിം തന്നെയാണ് ഇവിടെ സംഭവിക്കുക. ഇൻഫ്ലേഷൻ്റെ സമയത്ത്, പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് നമ്മുടെ RBI എന്ത് ചെയ്യോ? ബാങ്ക് റേറ്റ് അങ്ങോട്ട് വർദ്ധിപ്പിക്കും. ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് നമ്മുടെ RBIൻ്റെ അടുത്ത് നിന്ന് പണം കടം വാങ്ങാനുള്ള പ്രവണത കുറയും. കാരണം കൂടുതൽ പലിശയായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട് അല്ലേ, ബാങ്ക് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പണം പലിശയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? കുറച്ച് പണം ലോണായിട്ടോ വായ്പയായിട്ടൊക്കെ RBIയുടെ കയ്യിൽ നിന്ന് വാങ്ങുള്ളൂ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? RBIയുടെ കയ്യിൽ പണം കടം വാങ്ങുന്നത് കുറയും, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കുറയും. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പണം കടം വാങ്ങുന്നത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റ് അല്ലേ, മണി കുറയും.
അവരുടെ കയ്യിൽ പണം കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, സാധാരണക്കാരെന്ത് ചെയ്യില്ല, കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ പോയിട്ട് പണം വായ്പ വാങ്ങുമോ? ഇല്ല. കാരണം എന്താ? അവിടെയും പലിശ കൂടും. RBIയുടെ ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യും, അവരുടെയും പലിശ നിരക്ക് ഉയർത്തും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉയർത്തും. അപ്പോൾ ഇപ്പോൾ പണം കടം വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ പലിശയ്ക്ക് നമ്മൾ പണം കടം വാങ്ങാൻ തയ്യാറാണോ? അപ്പോൾ ആളുകൾ നല്ല പലിശ കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പോലെ തന്നെ നമ്മുടെ ആളുകളും സാധാരണക്കാരായ ആളുകളും എന്ത് ചെയ്യില്ല, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ പോയിട്ട് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് എന്ത് ചെയ്യില്ല, പണം വായ്പ എടുക്കില്ല, അല്ലെങ്കിൽ കടം വാങ്ങില്ല, അല്ലെങ്കിൽ ലോൺ എടുക്കുന്നു കുറയും. അപ്പോൾ ഈ ലോൺ എടുക്കുന്നതൊക്കെ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ആൾക്കാരുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കുറയും അല്ലേ? ലോൺ എടുത്തിപ്പോൾ ഒരാൾ ഒരു ബാങ്കിൽ പോയിട്ട് 10 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്താൽ അയാളുടെ കയ്യിൽ 10 ലക്ഷം രൂപ കിട്ടി അല്ലേ? അപ്പോൾ അയാൾക്ക് അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് സാധനം വാങ്ങാം, പണപ്പെരുപ്പം. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കടം വാങ്ങുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പണപ്പെരുപ്പം വർദ്ധിക്കാൻ കാരണമാവും അല്ലേ? ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യാൻ അത് കാരണമാവുന്നു. അപ്പോൾ സിംപ്ലി ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ആളുകളുടെ കയ്യിലുള്ള മണി ഇൻകം, പണത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. പണത്തിൻ്റെ അളവ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ, നിയന്ത്രിക്കാൻ പറ്റും. ആളുകളുടെ കയ്യിൽ ഒരുപാട് പണം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനൊക്കെ പറഞ്ഞു അല്ലേ? ആളുകളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, അതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ഇല്ല, അതുകൊണ്ടാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ബാങ്ക് റേറ്റ് ഉയർത്തുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പണത്തിൻ്റെ ലഭ്യത കുറയ്ക്കാനും അതുവഴി ഇൻഫ്ലേഷനെ, പണപ്പെരുപ്പത്തിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെഷറാണ് ബാങ്ക് റേറ്റ്. സെക്കൻഡ് മെഷറാണ് സെല്ലിംഗ് സെക്യൂരിറ്റീസ് ഓൺ ദി ഓപ്പൺ മാർക്കറ്റ്. ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റികൾ, ബോണ്ടുകൾ, ഷെയറുകൾ ഒക്കെ വിൽക്കുന്നു. മാർക്കറ്റിൽ, ഓപ്പൺ മാർക്കറ്റിൽ ചെന്ന് ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകൾ, ഷെയറുകളൊക്കെ ഗവൺമെൻറ് എന്ത് ചെയ്യും, വിൽക്കുന്നു. ഗവൺമെൻറ് ബോണ്ടുകൾ നമ്മൾ പറഞ്ഞിരുന്നു, കടപ്പത്രം എന്താണെന്ന് അല്ലേ? അപ്പോൾ ഇങ്ങനെ കടപ്പത്രം, ഷെയറൊക്കെ ഗവൺമെൻറ് വിറ്റുകൊണ്ട് ആൾക്കാരുടെ കയ്യിലുള്ള പണം ഗവൺമെൻറ്റിലേക്ക് എത്തും അല്ലേ? നമ്മൾ ഒരു സാധനം വിൽക്കപ്പോഴാണ് ഷെയർ ബോണ്ടൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് പൈസ കൊടുക്കണം അല്ലേ? ആ ബോണ്ടിലുണ്ടാവും ഇത്ര രൂപയുടെ കടപ്പത്രമാണിതെന്ന്. ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ഒക്കെ കടപ്പത്രമാണ്, ബോണ്ടാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ കയ്യിൽ നിന്ന് കടപ്പത്രം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ 1 ലക്ഷം രൂപ ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ എത്തുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും, പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് ആളുകളുടെ കയ്യിലൊക്കെ നന്നായിട്ട് പണം ഉണ്ടായിരിക്കും ഇൻഫ്ലേഷൻ്റെ സമയത്ത് അല്ലേ? അപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, കടപ്പത്രങ്ങളും ബോണ്ടുകളൊക്കെ ഇറക്കിയിട്ട് ഇത് മാർക്കറ്റിൽ വിൽക്കുന്നു. മാർക്കറ്റിൽ വിറ്റിട്ട് ആളുകളുടെ കയ്യിലുള്ള എക്സസ് മണിയൊക്കെ, ആളുകളുടെ കയ്യിൽ കൂടുതലായിട്ടുള്ള പണമെല്ലാം എവിടേക്ക് ശേഖരിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിലേക്ക് ശേഖരിക്കുന്നു. അങ്ങനെ ആളുകളുടെ കയ്യിലുള്ള പണത്തിൻ്റെ ലഭ്യത കുറയുന്നു. ഇത് രണ്ടാമത്തെ മെഷറാണ്. തേർഡ് വണ്ണാണ് ഇൻക്രീസിങ് റിസർവ് റേഷ്യോ. റിസർവ് റേഷ്യോകളൊക്കെ ഉയർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാം, പണപ്പെരുപ്പത്തെ കൺട്രോൾ ചെയ്യാം. നോക്കൂ, 2 തരത്തിലുള്ള റിസർവ് റേഷ്യോ ആണ് ഉള്ളത്. ഫസ്റ്റ് വണ്ണാണ് ക്യാഷ് റിസർവ് റേഷ്യോ, രണ്ടാമത്തേതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇങ്ങനെ 2 തരം റേഷ്യോസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സിംപ്ലി എല്ലാ വാണിജ്യ ബാങ്കുകളും, എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവർക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് എമൗണ്ട് ഉണ്ടാവില്ല, ഡെപ്പോസിറ്റ്, നിക്ഷേപം ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണക്കാരായ ആളുകളൊക്കെ എന്ത് ചെയ്യും, ബാങ്കിൽ കൊണ്ടുപോയി നമ്മുടെ സേവിങ്സ് ഡെപ്പോസിറ്റ് ചെയ്യൂലേ? നമ്മുടെ കയ്യിൽ മിച്ചമുള്ള പണം, നമ്മുടെ സേവിങ്സ് എന്ത് ചെയ്യും, നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ബാങ്കുകളും അവരുടെ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സൂക്ഷിക്കണം, RBIയുടെ അടുത്ത് സൂക്ഷിക്കണം. ഈ റേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും എന്ത് ചെയ്യണം, അവരുടെ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം RBIയുടെ കയ്യിൽ സൂക്ഷിക്കണം, റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ സൂക്ഷിക്കണം. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിം, എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ ഡെപ്പോസിറ്റിൻ്റെ, ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഗോൾഡായിട്ടോ ലിക്വിഡായിട്ട്, ഗോൾഡായിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം. അതായത് ആ ശതമാനം ഡെപ്പോസിറ്റുകൾ, ഒരു നിശ്ചിത ശതമാനം ഡെപ്പോസിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ബാക്കിയുള്ള ആൾക്ക് കടമായിട്ട്, ക്രെഡിറ്റ് ആയിട്ട്, വായ്പയായിട്ടോ ലോണായിട്ടൊന്നും കൊടുക്കാൻ പാടില്ല. അത് അവരുടെ കയ്യിൽ തന്നെ, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ തന്നെ അവർ സൂക്ഷിക്കണം. അപ്പോൾ ഈ 2 റേഷ്യോസ് പറഞ്ഞു അല്ലേ, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എന്താ ക്യാഷ് റിസർവ് റേഷ്യോ? എല്ലാ വാണിജ്യ ബാങ്കുകളും അവരുടെ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം RBIയിൽ സൂക്ഷിക്കണം. അതുപോലെ തന്നെ എന്താ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ? എല്ലാ വാണിജ്യ ബാങ്കുകളും അവരുടെ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ലിക്വിഡായിട്ട് അല്ലേ, ഗോൾഡായിട്ടോ അല്ലെങ്കിൽ
ക്യാഷിൻ്റെ രൂപത്തിൽ അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം. ഈ 2 എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കടമായിട്ട് അല്ലെങ്കിൽ ലോണായിട്ട് വേറെ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ 2 റേറ്റും എന്ത് ചെയ്യും, ഗവൺമെൻറ് സെൻട്രൽ ബാങ്ക് ഇൻഫ്ലേഷൻ്റെ സമയത്ത്, പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് ഈ 2 റേറ്റും എന്ത് ചെയ്യും, ഉയർത്തുന്നു. ഈ 2 റേറ്റ് ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ഭാഗം മാറ്റി വെക്കേണ്ടതായിട്ട് വരും അല്ലേ. ആളുകൾക്ക് പണം കടം കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂല. കാരണം ഇപ്പോൾ RBI ആ റേറ്റ് കൂട്ടി, റിസർവ് ബാങ്ക് ആ റേറ്റ് കൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4%, 5%ഒക്കെയാണ് CRR ഉള്ളത്. അതിനർത്ഥം എന്താ, അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ അത്രയും ശതമാനം, 4% എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും പണം കടം കൊടുക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ച് തന്നെ വെക്കണം അല്ലേ. വേറെ ആളുകൾക്ക് കടം കൊടുക്കാനോ ലോൺ ആയിട്ട് കൊടുക്കാനോ ഒന്നും പറ്റൂല. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള CRRഉം SLR ഒക്കെ ഉയർത്തുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ CRRഉം SLR ഒക്കെ ഉയർത്തുമ്പോൾ ബാങ്കുകളുടെ പണം കടം കൊടുക്കുന്നത് അല്ലെങ്കിൽ ലോണായിട്ട് കൊടുക്കുന്നത്, വായ്പ കൊടുക്കുന്നത് കുറയും. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ എന്ത് ചെയ്യില്ല, പണം എത്തുന്നില്ല, ആളുകളുടെ കയ്യിലുള്ള മണി സപ്ലൈ എന്ത് ചെയ്യും, കുറയുന്നു. അതങ്ങനെ ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നു. അപ്പോൾ ബാങ്ക് റേറ്റ് ഉയർത്തിക്കൊണ്ട്, ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് വിറ്റുകൊണ്ട്, CRRഉം SLRഉം ഒക്കെ ഉയർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ഇൻഫ്ലേഷനെ അല്ലെ സെൻട്രൽ ബാങ്ക് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. 4ാമത്തെ വശം നോക്കൂ. Implementing a variety of selective credit control measures such as raising margin requirements and regulating consumer credit. വേരിയസ് ആയിട്ടുള്ള മറ്റ് സെലക്റ്റീവ് ആയിട്ടുള്ള ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സും മറ്റ് നിയന്ത്രണ മാർഗ്ഗങ്ങളും വായ്പയെ നിയന്ത്രിക്കാനുള്ള മറ്റു മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് റൈസിങ് മാർജിൻ റിക്വയർമെൻറ്റ്. എന്താ മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളെ പണമൊക്കെ കടം വാങ്ങാൻ, വായ്പ എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഈടായിട്ട് നൽകണം അല്ലേ, സെക്യൂരിറ്റിക്ക് നൽകണം. നമ്മളിപ്പോൾ പലരും ഭൂമിയുടെ ആധാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റെസിപ്റ്റ്, അല്ലെങ്കിൽ ചിലരൊക്കെ സാലറിയുടെ റെസിപ്റ്റ് ഒക്കെ കൊടുക്കും അല്ലേ, ഇത്ര സാലറി എനിക്ക് കിട്ടുന്നുണ്ട്, ഇതൊക്കെ ഈടായിട്ട് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിക്കായിട്ട് ബാങ്കിൽ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പണം കടം വാങ്ങുക അല്ലേ. അപ്പോൾ ഈ പണം ഇങ്ങനെ നമുക്ക് ബാങ്ക് വായ്പ തരുന്നത്, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ മൂല്യത്തിനനുസരിച്ചേ നമുക്ക് എന്തുള്ളൂ, ബാങ്കിൽ നിന്ന് നമുക്ക് വായ്പ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് എത്ര സാലറി കിട്ടുന്നുണ്ട് അത് നോക്കിയിട്ടേ നമുക്ക് ബാങ്ക് വായ്പ തരുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഒരു ആധാരമാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആധാരത്തിന് എത്ര മൂല്യമുണ്ട്, എത്ര ഏക്കർ ഭൂമിയുണ്ട് അല്ലെങ്കിൽ എത്ര സെൻറ്റ് ഭൂമിയുണ്ടൊക്കെ നോക്കിയിട്ടേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ബാങ്ക് വായ്പ അതിനനുസരിച്ച് അനുവദിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ RBI ഒരു മാർജിൻ റിക്വയർമെൻറ്റ് വെച്ചിട്ടുണ്ടാവും കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അടുത്ത്. അതായത് എന്ത് സെക്യൂരിറ്റി ആയിട്ട്, ഇപ്പോൾ ഭൂമി ആയിക്കോട്ടെ, സാലറി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, എന്താണോ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ നിശ്ചിത ശതമാനം മാത്രമേ വായ്പയായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്, അതിൻ്റെ മൂല്യത്തിൻ്റെ ഒരു 4%, 5% ഒക്കെ വായ്പയായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് RBI ഒരു റിക്വയർമെൻറ്റ് വെച്ചിട്ടുണ്ടാവും, മാർജിൻ റിക്വയർമെൻറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഭൂമിയുണ്ട്, 10 ലക്ഷം രൂപയാണ് അതിന് വില. 10 ലക്ഷം രൂപ വരുന്ന ഒരു ഭൂമിയുടെ ആധാരമാണ് നമ്മൾ എന്തായിട്ട് കൊടുത്തത്, സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തത് ബാങ്കിൽ, നമുക്ക് കുറച്ച് പണം കടം വാങ്ങാൻ വേണ്ടി. പക്ഷേ ഗവൺമെൻറ് അല്ല നമ്മുടെ RBI മാർജിൻ റിക്വയർമെൻറ്റ് എന്ത് ചെയ്യാണ്, വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ റിക്വയർമെൻറ്റ് എത്ര, ഇപ്പോൾ RBI ഒരു 4% മാർജിൻ റിക്വയർമെൻറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമിക്ക് 10 ലക്ഷം രൂപയാണ് വില അല്ലേ. അപ്പോൾ 4%, അതിൻ്റെ ആ 4% കുറച്ചിട്ട്, ആ 10 ലക്ഷം രൂപയുടെ 4% കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടേ നമുക്ക് എന്തായിട്ട് തരുള്ളൂ, വായ്പയായിട്ട് തരുള്ളൂ. അപ്പോൾ അത് 4%-ൽ 5% ആക്കിയാൽ നമ്മുടെ കിട്ടുന്ന വായ്പയായിട്ട് കിട്ടുന്ന പണം എന്ത് ചെയ്യും, വീണ്ടും കുറയും. അപ്പോൾ ഈ സെക്യൂരിറ്റി എന്താണോ വെക്കുന്നത് അതിന് മുകളിൽ ഒരു റിക്വയർമെൻറ്റ്, മാർജിൻ റിക്വയർമെൻറ്റ് നമ്മുടെ RBI വെക്കുകയാണ്. നമ്മൾ എന്താണോ ഈടായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ മൂല്യത്തിൻ്റെ ചിലപ്പോൾ പകുതിയോ ഒക്കെ നമുക്ക് എന്തായിട്ട് കിട്ടുള്ളൂ, വായ്പയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് നമ്മുടെ RBI എന്ത് ചെയ്യുന്നു, ഈ മാർജിൻ റിക്വയർമെൻറ്റ് ഉയർത്തുന്നു. അങ്ങനെ മാർജിൻ റിക്വയർമെൻറ്റ് ഉയർത്തുമ്പോൾ നമ്മൾ എന്താണോ ഈടായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ കുറച്ച് മൂല്യം മാത്രമേ നമുക്ക് വായ്പയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വായ്പയായിട്ട് കിട്ടുന്ന എമൗണ്ട് കുറയുന്നു, സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ കയ്യിലുള്ള പണലഭ്യത കുറയുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റ് കൺട്രോളിൽ പറയുന്നത്. ഓക്കെ, if inflation is caused by cost push factors, monetary policy may be ineffective in controlling it. നമ്മൾ പറഞ്ഞിരുന്നു ഇൻഫ്ലേഷൻ എന്തൊക്കെ കാരണങ്ങളാൽ വരാം, കോസ്റ്റ് പുഷ് കൊണ്ട് വരാം അല്ലേ, ചിലവ് കൂടിയിട്ട് വരാം, അല്ലെങ്കിൽ ഡിമാൻഡ് പുള്ള, ആൾക്കാർക്ക് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടൊക്കെ ഇൻഫ്ലേഷൻ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോസ്റ്റ് പുഷ് ഫാക്ടേഴ്സ് കൊണ്ടാണ്, ചിലവ് കൂടിയത് കൊണ്ടാണ് നമ്മുടെ എക്കോണമിയിൽ പണപ്പെരുപ്പം ഉണ്ടായതെങ്കിൽ നമ്മുടെ ഈ മോണിറ്ററി പോളിസി എന്താണ്, എഫക്റ്റീവ് അല്ല, ഇന്നെഫക്റ്റീവ് ആണ്. ഓക്കെ,
Monetary policy can only help to control inflation caused by demand pull factors. നമ്മുടെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഉണ്ടായത് ഡിമാൻഡ് പുൾ ഫാക്ടേഴ്സ്, കൂടുതൽ ആൾക്കാർക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആളുകളുടെ കയ്യിൽ കൂടുതൽ പണം ഉള്ളത് കൊണ്ടാണ്, പണലഭ്യത കൂടിയത് കൊണ്ടാണ് എങ്കിൽ മാത്രമേ നമ്മുടെ മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആവുള്ളൂ. മോണിറ്ററി പോളിസി ഉപയോഗിച്ച് ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോസ്റ്റ് പുഷ് ഫാക്ടേഴ്സ് ആണ് കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്ററി പോളിസി അത്ര ഇഫക്റ്റീവ് ആകൂല. അപ്പോൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ മോണിറ്ററി പോളിസി കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് റൈറ്റ് ബി, കറൻസി ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം. നമുക്കൊക്കെ പരിചയമുള്ള ഒരു വാക്കാണ് അല്ലേ. വൺ ഓഫ് ദി മോണിറ്ററി പോളിസി മെഷർ ഈസ് ടു ഡിമോണിറ്റൈസ് ഹയർ ഡിനോമിനേഷൻ കറൻസി. നമ്മുടെ ഹയർ ഡിനോമിനേഷൻ കറൻസി, അതായത് ഉയർന്ന മൂല്യമുള്ള കറൻസി നോട്ടുകൾ നിരോധിക്കുന്നത് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. എങ്ങനെ? Such measures are typically implemented when there is abundance of black money in the country. നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ അബൻഡൻ്റ് ആയിട്ട് ബ്ലാക്ക് മണി. എന്താ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ? നികുതി വെട്ടിച്ച പണത്തിനെയാണ് നമ്മൾ എന്താ പറയുക ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. നികുതി കൊടുക്കാത്ത പണം, അതിനെയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ബ്ലാക്ക് മണി ഉണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഉയർന്ന മൂല്യമുള്ള നോട്ടുകളൊക്കെ നിരോധിക്കുന്നു. For example, Indian government announced the demonetization of all 500 and 1000 rupees banknotes from Mahatma Gandhi series on November 8, 2016. 2016 നവംബർ 8 നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ. നമ്മുടെ 500 രൂപ നോട്ടുകളും 1000 രൂപ നോട്ടുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ് നിരോധിച്ചു. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് നിരോധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രാജ്യത്തുള്ള ബ്ലാക്ക് മണി, നികുതി വെട്ടിച്ച പണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും. അങ്ങനെ നികുതി വെട്ടിച്ച ആൾക്കാർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണം കുറയുമ്പോൾ ആളുകളുടെ കയ്യിലുള്ള പണലഭ്യത കുറയുന്നു. പണലഭ്യത കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷനും കുറയുന്നു. അതിനാണ് നമ്മൾ കറൻസി ഡിമോണിറ്റൈസ് ചെയ്യുന്നത്, നോട്ട് നിരോധിക്കുന്നത്. ഓക്കെ. സി, മൂന്നാമത്തെ മോണിറ്ററി പോളിസി മെഷറാണ് ദ ഇഷ്യൂവൻസ് ഓഫ് ന്യൂ കറൻസി ഇൻ ദ പ്ലേസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് കറൻസി ഈസ് ദ മോസ്റ്റ് സിവിയർ മോണിറ്ററി മെഷർ. നമ്മൾ ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു മോണിറ്ററി മെഷർ എന്ന് പറയുന്നത് പഴയ കറൻസി മാറ്റിയിട്ട് അതിന് പകരം പുതിയ കറൻസി കൊണ്ടുവരലാണ്. ഏറ്റവും ഹൈപ്പർ ഇൻഫ്ലേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു സെൻട്രൽ ബാങ്ക് ഇങ്ങനെ ഒരു നടപടിക്രമത്തിലേക്കൊക്കെ പോകുന്നത്. When a nation is hyperinflation and excessive note issuance, such measure is implemented. നമ്മുടെ രാജ്യത്തെ നോട്ടടിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ശരിക്കുള്ള നോട്ടല്ലാത്ത കള്ളനോട്ടുകൾ അതുപോലെ തന്നെ ഒരുപാട് ഉള്ള നമ്മുടെ രാജ്യത്ത് തന്നെ ഹൈപ്പർ ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ പറ്റാത്ത, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് സ്വീകരിക്കുക? ഈ ഒരു പുതിയ കറൻസി, പഴയ നോട്ട് ഒഴിവാക്കി പുതിയ നോട്ടിനെ കൊണ്ടുവരിക. ഓക്കെ. Such it is successful strategy, however it is unfair because it primarily harms small depositors. കുറച്ച് പൈസ കയ്യിലുള്ള ആളുകളെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ദോഷകരമായി ബാധിക്കുന്നത്. ചെറിയ ഡെപ്പോസിറ്റേഴ്സിന്, ചെറിയ നിക്ഷേപകരെ ഇത് ദോഷകരമായി ബാധിക്കുന്നു എന്നത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. എന്നിരുന്നാലും ഹൈപ്പർ ഇൻഫ്ലേഷനൊക്കെ ഉണ്ടെങ്കിൽ, അനിയന്ത്രിതമായിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് സഹായകരമാകുന്നു? പുതിയ കറൻസി, പഴയ കറൻസി മാറ്റി പുതിയ കറൻസി ഇഷ്യൂ ചെയ്യുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ? മോണിറ്ററി മെഷേഴ്സ് ആണ്. അപ്പോൾ എങ്ങനെ മോണിറ്ററി പോളിസി നമുക്ക് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് പറഞ്ഞു, അതുപോലെ കറൻസി ഡിമോണിറ്റൈസേഷൻ പറഞ്ഞു, ഇഷ്യൂവൻസ് ഓഫ് ന്യൂ കറൻസി അല്ലേ, വായ്പകൾ നിയന്ത്രിക്കുന്നതിനും, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താ? നോട്ട് നിരോധനം, അതുപോലെ മൂന്നാമതായിട്ട് പറഞ്ഞത് പുതിയ കറൻസി ഇഷ്യൂ ചെയ്യുക. ഇങ്ങനെ ഈ 3 മെഷേഴ്സാണ് എന്തിൽ വരുന്നത്? മോണിറ്ററി പോളിസി മെഷേഴ്സിൽ വരുന്നത്. മോണിറ്ററി പോളിസി മെഷേഴ്സ് ആരാ നടപ്പിലാക്കുന്നത്? നമ്മുടെ രാജ്യത്തുള്ള സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. നമ്മുടെ RBI ആണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത് ഇൻഫ്ലേഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കാണും. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.